ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായൻ്റെ കടി ചക്കയാണ് ഗൈസ്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിനി, അത് കൊടുത്തയച്ചത്. അപ്പോൾ അത്രയും ഇല്ലു കുറച്ചേ കിട്ടിയിട്ടുണ്ടായിട്ടു. അപ്പോൾ അത് പാങ്ങാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തടുപ്പയിലേക്ക് ഇട്ടു. അപ്പോൾ അത് ഒരു കുക്കറിലേക്ക് ഞങ്ങൾ കീന്തി ഇടുകയെന്ന്. അപ്പോൾ കീന്തിയിട്ട് വേവിക്കുക ഞാൻ അധികവും ചെയ്യൽ. കണ്ണൂർ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ എല്ലാം വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ കീന്തിയിട്ടൊന്നല്ല വേവിക്കൽ. വെറുതെ കീറിയിട്ടിട്ട് കുറച്ച് കുരുവും പാങ്ങാക്കി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക, വാങ്ങിക്കഴിഞ്ഞ ശേഷം തേങ്ങയും ചിരകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആയ ചക്ക റെഡിയാവും. പക്ഷെ നമ്മളെടുക്കുകയെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറുകാരെങ്കിലും വെച്ചാൽ കീന്തി അരിഞ്ഞ ശേഷം തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിമുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടെടുത്ത് കരിവേപ്പിലെല്ലാം ചതച്ചിട്ട് നമ്മൾ ചക്കേൻ്റെ മേലെ ഒന്ന് ഇട്ട് അതിലേക്ക് കുറച്ച് എത്രയാണ് വേണ്ട വെള്ളം വേണ്ട വിചാരിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കുക. ലാസ്റ്റ് ഇളക്കി വാങ്ങുക ചെയ്യൽ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ. അപ്പോൾ ചക്ക പാങ്ങാക്കുന്നെടുക്കാൻ മുക്കാൽ ഭാഗം എൻ്റെ വയറ്റിലേക്ക് കഴിച്ച് പോയത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. ചക്ക പാങ്ങാക്കുമ്പോൾ വെച്ച ചക്കേനേക്കാളും എല്ലാവർക്കും ഇഷ്ടം പച്ചച്ചോളയായിരിക്കും അല്ലേ. അപ്പോൾ കുരുവും ഞാൻ ഒരഭാഗം കുരുവും പാങ്ങാക്കി ഇട്ടു. അപ്പോൾ ചക്ക പാങ്ങാക്കി ഇട്ടു. അപ്പോൾ അരക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങളിലിട്ട് അരച്ച് അതിലൊരു 1.25 പാട്ട വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലേ വേണ്ടു കേട്ടോ. അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ പിടിച്ച് വെള്ളം ഞാൻ ഒറ്റ കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണത് കുട്ടികൾക്ക് കൊടുക്കാത്തതിന്, അത് വെള്ളം മധുരം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാതിന്. അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട്. ചക്ക ഇളക്കി എടുത്തു. അപ്പോൾ നല്ല കുഴഞ്ഞ ചക്കയാണ്. എനിക്ക് ഈ കുഴഞ്ഞ പോലത്തെ ചക്ക കേട്ടോ ഇഷ്ടം. ചിലർക്ക് വെള്ളമൊന്നും പാടുണ്ടാവാനേ വെള്ളം ഇല്ലാത്ത ചക്കയോട് വലിയ താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായൻ്റെ കടി ചക്കയാണ്. അപ്പോൾ ഏട്ടനും എത്തി. അപ്പോൾ ചൂട് കട്ടൻ ചായൻ്റെ കൂടെ മീൻകറിയെല്ലാം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാതെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ചക്ക ഇഷ്ടമുള്ളവരും ഇതുപോലെ വൈകുന്നേരം ചക്കയെല്ലാം ഇങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാത്തവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ.